കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കൂടിയാണ് ഞാൻ വിളിച്ചത്. അമ്പത്തൂരെ, ഞാനൊരു സ്ട്രേഞ്ചറാണ്. ഞാനൊരു സ്ട്രേഞ്ചറാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് തൊഴിൽ പോവാ. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തള്ളി അത്. അപ്പൊ എങ്ങനെ ഒന്നുകൂടെ തള്ളാം. അപ്പൊ ഇനി എങ്ങനെ പറയും? அச்சச்சோ என்ன சார் பண்ணிட்டே இவருக்கு மன்னிப்பு நான் சொல்லணும் இவங்க இதை ஆவர்த்திக்க கூடாது കുറച്ച് നാളത്തേക്ക് കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാങ് ആക്ടിവിറ്റി വരും. അതുവരെ ഇപ്പടി ഇതാ സൊല്ലണോ കേട്ടാ. അച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിക്കണം. അച്ഛാന്ന് തന്നെ വിളിച്ചു നിന്നോ, മനസ്സിലായ? ഇപ്പൊ നമ്മുടെ RDC എനിക്ക് ആ ടൈഗർ ഒന്ന് പേടിച്ച് കോടയണമെന്നുണ്ട്. അത് നടന്നില്ലടാ, എനിക്കത് ചന്ദ്രൻ നടന്നില്ലത്. അവരെ അതോറിറ്റിമാരെ വേറെന്തോ സംഭവത്തിലോട്ട് പോയെന്ന് അറിഞ്ഞത്. നമുക്ക് പിടിക്കാം, തൂക്കാം, എവിടെ കിട്ടും. അവനെ ഏതെങ്കിലും വളവിന് കാണുകയാണെങ്കിൽ എന്റെ അന്വേഷണം പറയണം കേട്ടാ. ടൈഗറിനല്ല, നമ്മളെ മറ്റേ എലിഫന്റ്, മറ്റേ വെള്ളയാന. നീ എന്നാ സിറ്റി വന്നേ? നിന്നെ ഞാൻ ഒരു RDC സിറ്റി പോലും കണ്ടില്ലല്ലോ സക്കീറെ. നീ ഇപ്പൊ ഗ്യാങ്ങിലുണ്ടോ? ടൈഗർ അല്ലേ? ഓ, ആ 2 ആണ്ടിന് എല്ലാം വന്നിട്ട് ടൈഗർ അല്ലേ? ടൈഗർ അവന്റെ വെള്ളയാന. പറ, ബാക്കി പറ. ഒരു മിനിറ്റ്. ഹലോ നീ പോയില്ലേ? അപ്പോ മള്ളി പോയി. തലപോണ കേസാണ്, പ്രശ്നമില്ല, തിരിച്ചു വന്നേ. തലപോണ പോലാണോ ഈ കേസൊക്കെ? ഇത് നമ്മളൊക്കെ എത്ര തല പോയിരിക്കണം നമ്മുടെയൊക്കെ. എടാ ബാബു, നാക്കുണ്ടല്ലോ മറ്റേ വെട്ടിയിട്ട മറ്റേ തിരിച്ചു പോയി ഒട്ടി സംസാരിക്കും. ചത്ത് കിടന്നാലും അത് മാത്രം ഇങ്ങനെ അനങ്ങും, മനസ്സിലായ? ആ നാക്കുള്ള നിനക്ക് എന്തിനാണ് ഈ പറയണ പോലെ തലയൊക്കെ? കാര്യമില്ല, പ്രശ്നമുണ്ട്. ഗ്യാങ്ങോസോ? നിന്റെ അച്ചി വീട് ഇവിടെ പണിത് വെച്ചിരിക്കുന്നു. ഇവിടെ ഗ്യാങ്ങോസ് ഒന്നും ഇല്ല. ഇവിടെ മറ്റേ നടുറോഡി മറ്റേ ഡ്രെയിനേജ് പോകുന്ന പൈപ്പിനകത്തിരുന്നാണ് ഇപ്പൊ മീറ്റിംഗ് നടത്തുന്നത്. ഇവിടെ വീടൊന്നും ഇല്ല. ഇങ്ങോട്ട് വാ. ഓക്കെ. എടാ അമ്പത്തൂര് ഇങ്ങോട്ട് വന്നേ. എനിക്ക് നിന്റെ അടുത്ത് നിന്നെ ഒന്ന് ഒരു കാര്യം ചോദിക്കണ്ടോ? இந்த காசு ഉണ്ടാക്കണമെന്നാ ഞാൻ தான் இங்க മെയിൻ ബ്രെയിൻ. നീ ഇതാ മെയിൻ അല്ലേ? ഫുഡും വെള്ളം ഉണ്ടെന്താ? തിരിട്ട് മുണ്ടം പോണ്ടേ മേടിച്ചെടുത്താ. ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. ആരെങ്കിലും എന്തെങ്കിലും തലേ ഞാനിപ്പോ ചത്തുവോ? നീ വിശക്കുമ്പോ അച്ഛന് പാൻപര കാണോ കൊടുക്കുന്ന വീട്ടിൽ? എടാ ഒരു സാധനം, ഒരു വെള്ളം ചോദിച്ചാൽ നീ വെള്ളം തരണം. അല്ലാതെ നീ ചോറ് ചോദിക്കുമ്പോ പാൻപര കാണോ കൊടുക്കണേ? മെയിൻ ബാങ്കർ തിരിച്ച് വരുന്നുണ്ട്. മണി വേണ്ട, താല്പര്യമില്ല. പ്ലീസ്, മെനറ്റാംസ് ഗെയിമിംഗ്. ഇതില് വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെടി വെക്കാനെന്ന് പറഞ്ഞ് കുറെ മാര് നടപ്പുണ്ട്. അപ്പൊ നമ്മുടെ പഴയ നിന്റെ പ്രൈം കീരി ഗൺ പവർ ഒക്കെ കൊണ്ടുവന്നാൽ പിടിച്ചിരിക്കാൻ പറ്റും. ശരി. അപ്പൊ ഞങ്ങള് ഞങ്ങൾ കോലിഡേഴ്സ് ഒന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. ഞാനേ വെള്ള സ്ലിപ്പറിട്ടുണ്ടാണല്ലോ വന്നത്. ഇതെങ്ങനെ മഞ്ഞായി? എന്തൊരു ഡയലോഗ് ഉണ്ടോ പറഞ്ഞിട്ട് പോടാന്ന്? എന്തെങ്കിലും പറഞ്ഞിട്ടോ? പറഞ്ഞിട്ടോ? ഇല്ല, മുരളിക്കല്ലേ പറയാനുള്ളത്. എന്തോ ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം. നമുക്ക് ഈ സ്ഥലം എടുത്താലോ? ഇത് ഇവിടെ വേറെ ആരെങ്കിലും വരുവോ? ഇവിടെ ആകെ വരുന്നത് തൂറാൻ വേണ്ടി ആൾക്കാർ മാത്രം വെളുപ്പിന് വന്നിരിക്കും. അത്രേ ഉള്ളൂ, ആരും വരാൻ പോകുന്നില്ല. ആ സമയത്ത് നമുക്ക് നിനക്ക് ഡയലോഗ് പറഞ്ഞു. ഞാൻ അതിലെ മുകളിലോട്ട് കയറിയിരിക്കുന്നത് എന്തൊക്കെയാണ് അത്? തീട്ടൊന്നും അല്ലത്. അത് മറ്റേ വെള്ളത്തിന് സപ്ലൈ വെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ മറ്റേ ഇതായതാ.
ഇത് ചിലപ്പോ ജാസ്മിന്റെ മൂക്കായിരിക്കും. Oh, fuck. നീ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായി വരുന്നുണ്ട് കേട്ടാ, പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ. എടാ നീ ഇന്ന് സത്യം പറഞ്ഞു, നീ ഇന്ന് നോക്കി ജാസ്മിന്റെ ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നത്? നീ പറഞ്ഞു കണ്ടു കാണില്ല, ഏത് കളർ? ഞാൻ കണ്ടില്ലടാ, ജാസ്മിൻ ജയിലിൽ കിടക്കുമായിരുന്നു. വൈറ്റ് ആ ജയിലിൽ കിടക്കും. ജാസ്മിനും ഗബ്രിയും ജയിലിലായിരുന്നു, അവര് വെള്ളം ഇട്ടിരുന്നത്. നല്ല രണ്ടാൾക്കാരെ തന്നെ ഒരുമിച്ച് ജയിലിൽ കിടത്തിയത്. നമ്മളെന്തിനാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ബിഗ് ബോസ്, തീട്ടക്കുഴി, ആട് ജീവിതം. ചന്ദ്രൻ അമ്പത്തൂരിനോട് ചായ വല്ലതും വാങ്ങിപ്പിക്കണോ? മറ്റേ മൂക്കളേണ്ടതാണ്. ആൾക്ക് മൂക്കളില്ലാതെ പറ്റില്ല. ജാസ്മിൻ ടീ ആണോ? ആരുടെയെങ്കിലും മൂക്കള കൊടുത്താൽ പറ്റൂല. സ്പെഷ്യൽ എനിക്ക് ചായ കോപ്പൊന്നും വേണം, ഇപ്പൊ ചായ വേണമെന്ന്. ബാബു നീ എന്തിന് ഇത്രയൊക്കെ ഷോ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സിപ്പർ വിട്ട് നിക്കർ വിട്ട് ബാക്കി കൈ കെട്ടിക്കുന്നു. ഇതിനകത്ത് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുന്നതിനെ കാട്ടി നിങ്ങള് പറയുന്നത് നല്ലത്. കുറച്ച് ഇവിടെ ഉള്ളവർക്ക് അവരറിയില്ലല്ലോ അതൊരു വാഗ്ദാനം മാത്രമാണ്. പക്ഷെ ഒരു കുട്ടരെ ഇതൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ എല്ലായിടത്തും വേറെ ഏതോ ലോകത്ത് മാറിപ്പോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. മനസ്സിലായി. അത് കെവിന്റെ അനിയനാണ്. നേരത്തെ ഞാനിപ്പോ ഹലോ ചേട്ടാ അണ്ണ എവിടെ? നിന്റെ അണ്ണൻ അണ്ണനെ ഹോംവർക്കകത്ത് നമ്മൾ വിളിച്ചോണ്ട് പോയെന്ന്. അവനോട് അവനോട് എത്ര വയസ്സുണ്ട്? അതിന് മറ്റേ ആദ്യമല്ലാതെ മറ്റേ മറ്റേ ചേട്ടൻ എന്ത് അത്യാവശ്യം അപ്പൊ പിന്നെ മറ്റേ ഇതായി ഇത് തെളിയിച്ച പ്രായമായി. ചേട്ടൻ അവന്റെ പ്യൂബർട്ടി കഴിഞ്ഞു. പ്യൂബർട്ടി അവനോട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ട് നീ ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്ന പോലെ നടന്നാ മതി, ബാക്കി എല്ലാം സെറ്റാണ്, നീ ഒന്നും ഞാൻ വരുന്നവരെ വാ ചെറുക്കനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പോയേക്കുന്നു. നിന്റെ അടുത്ത് വാസവനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ കെവിൻ? വാസവണ്ണ ലീഡർ ആണെന്ന് പറഞ്ഞു. അല്ല എനിക്ക് അല്ലാതെ അറിയാം, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. കെവിൻ എന്നെ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? അമ്പുവിനെ പറ്റി എന്നാ തന്നെ? ഇല്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആരെയും ഏറ്റവും ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ ടിവിയില്? അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവൻ രാവിലെ തൊട്ട് അവനെ കാണല. അവൻ വീട്ടിൽ എന്താണ് ചെയ്യണത് രാവിലെ തൊട്ട്? അവൻ എന്തൊക്കെയാണ് ജോലികൾ? നീ പറ. അവന് ഡീസന്റ് എക്ഷൻ വൈകിട്ട് മറ്റേ എക്ഷൻ മനസ്സിലായില്ലേ? നിന്റെ ചേട്ടനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? കേക്കട്ടെ, പറഞ്ഞേ. അഭിപ്രായം എന്തോ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ, നിനക്കൊരു അനിയൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ രീതിയിൽ അവൻ എന്തൊക്കെ കടമകൾ ചെയ്യാറുണ്ട്? അവനൊരു അനിയനായിട്ടുള്ള നീ സാറ്റിസ്ഫൈഡ് ആണോ? അവൻ അവന്റെ ബെഡ്റൂമിൽ എന്നെ കിടത്തു. കളിക്കാൻ തരുമോ? കളിക്കാൻ തരും. ഞാൻ GT ഓൺലൈനൊക്കെ കളിക്കും. ഫുഡ് തരുമോ അതോ നീ അവനെ എടുക്കുവോ? നീ അവന്റെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ഹിസ്റ്ററി എടുത്ത് എന്തിനാണെന്ന് നോക്കിയെടുത്തു. ഇവന്റെ ആയിരിക്കും കാണേണ്ടത്. ഇവന്റെ ആയിരിക്കും പാട്. ആള് ഇച്ചിരി പ്രശ്നമാണ്. ചുമ്മാ ഒരു കൊച്ചിറക്കരുത് എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വെളിയായിരുന്നു ഞാനൊക്കെ. കാര്യം പറയാം, ഞാനും ഇതിനേക്കാൾ നല്ലൊരു ചേട്ടനെ കിട്ടിയ കൊള്ളാരെന്ന് തോന്നിയിട്ടുണ്ടോ?
ഇല്ല. വീട്ടിലുമാണോ? ഇത് പറഞ്ഞു വെച്ച് ഈ ചോദ്യം ചോദിച്ചാൽ പറയണമെന്ന് പറഞ്ഞു വെച്ചതല്ലേ. അണ്ണാ അവ അടുത്തുണ്ട്, മറ്റേ അടുത്തിരിപ്പുണ്ടെണ്ണ. എടാ ബാക്കി നിന്റെ കൂടെ ഇരിക്കുന്ന അവന്റെ ബൈക്ക് ഓട് പെട്ടെന്ന്. അവരിവിടെ ഇല്ല. സത്യം പറയണ, സത്യം പറഞ്ഞേ വീട്ടിൽ വരിച്ചാ ഇപ്പം. ഇവിടെ ആരും ഇല്ല. എന്റെ വീട് കൊല്ലം മറ്റേ അണ്ടാമുക്കിലാണ്. ഞാൻ അപ്പുറത്ത് അടുപ്പം വരും. വെള്ളംപുറിയാണെന്നൊക്കെ അണ്ടാമുക്ക് 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 അവിടെയാണ്. എനിക്ക് മനസ്സിൽ എനിക്ക് കെവിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ആരാ? കെവിൻ ബ്രേക്ക് കരയുന്നത് കണ്ടിട്ടുണ്ടാ? അത് കണ്ടിട്ടുണ്ട്. എന്താ കരയാറുള്ളത്? കൈവിലാപറി കളഞ്ഞു പോയെന്ന്. ഇവൻ കള്ളനാണ്, ഇവനെല്ലാം അറിയാവന്. ഇവന്റെ വീട്ടിൽ വന്ന് കേറിപ്പോയ എന്നെ കാറ് കള്ളനെന്ന് പറഞ്ഞ് ഇവ എന്നെ വിളിച്ച് ശല്യം കളിപ്പാട്ട് അടിച്ചു പറ്റിയെന്ന് പറഞ്ഞെ. അത് മലയാളിയും പറഞ്ഞടാ, മലയാളിയുടെ വീട്ടിൽ നിന്ന് 2 കാറ് പോയി. നിന്നെ തന്നെ പറയണത്. അമ്പത്തൂര് കള്ളാണ് എന്നെ കാർ അടിച്ചുകൊണ്ടുപോയി. എന്നെ പറ്റി എടുത്തിട്ട്